KCBC ആസ്ഥാനമായ POCക്ക് മുൻപിലുള്ള ഇടപ്പള്ളി സെൻറ്റ് ജോർജ് ഫെറോന ദേവാലയത്തിൻ്റെ ഏറ്റവും കണ്ണായ സ്ഥലം പ്രമുഖ സ്വർണ്ണ ബിസിനസ്സുകാരായ മലബാർ ഗോൾഡിന് നിസാര വിലയ്ക്ക് വിൽക്കുവാനുള്ള ശ്രമത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഈ സ്ഥലം വാങ്ങുന്നത് ഇസ്ലാമിസ്റ്റുകൾക്ക് മോസ്ക് നിർമ്മിക്കാൻ മറിച്ചു കൊടുക്കാൻ വേണ്ടിയാണെന്നാണ് വിൽപ്പനയെ എതിർക്കുന്നവരുടെ വാദം. ഇടവകയ്ക്ക് വന്നിട്ടുള്ള 11 കോടിയുടെ കടം നികത്തുവാനാണ് സ്ഥലം വിൽപ്പനയെന്നാണ് ന്യായീകരണമെങ്കിലും പള്ളിയോട് ചേർന്നുള്ള സ്ഥലം വാങ്ങുന്നതിലും കോടികൾ വരുമാനമുള്ള പള്ളിയുടെ പണം കൈകാര്യം ചെയ്യുന്നതിലും വന്നിട്ടുള്ള ജാഗ്രതക്കുറവാണ് കടമുണ്ടായതിൻ്റെ കാരണമായി ഇടവക അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. തീർത്ഥാടന പള്ളിയുടെ വരുമാനം വെച്ച് നോക്കുമ്പോൾ ഈ കടം വീട്ടാൻ ഇത്രയും പ്രധാനപ്പെട്ട സ്ഥലം വിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ലെന്നും ഇടവകക്കാർ തന്നെ പറയുന്നു. ഇന്ന് കൂടുന്ന പാരിഷ് കൗൺസിൽ മീറ്റിംഗിൽ ഇടവക ജനത്തിൻ്റെ എതിർപ്പ് അറിയിക്കുമെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. KCBC ആസ്ഥാനമായ POCയുടെ എതിർവശത്തുള്ള പാലാരിവട്ടം ഫ്ലൈ ഓവറിനോട് ചേർന്നുള്ള 69 സെൻറ്റ് സ്ഥലത്തിന് 1 സെൻറ്റിന് 50 ലക്ഷത്തിലധികം രൂപ വരെ ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതിനാൽ തന്നെ കമ്മീഷൻ കൈപ്പറ്റിയാണ് കച്ചവടം നടത്തുന്നത് എന്നാണ് പ്രധാന ആരോപണം. പള്ളിയുടെ തന്ത്രപ്രധാനമായ ഭൂമി വിറ്റഴിക്കുന്നതിന് മുമ്പ് പൊതുയോഗം വിളിച്ച് അനുമതി വാങ്ങിയിട്ടില്ലെന്നും പരാതിയുണ്ട്. ക്രൈസ്തവ മേഖലകളിൽ ഇസ്ലാം വിശ്വാസികൾ വലിയ തോതിൽ കുടിയേറുന്നതായും ബിസിനസ് മേഖല പിടിച്ചെടുക്കുന്നതായും അവിടങ്ങളിൽ മോസ്കുകൾ വ്യാപകമായി പണിയുന്നതുമായുള്ള ആരോപണങ്ങൾ നിലനിൽക്കവെയാണ് പുതിയ വിവാദമുയർന്നിരിക്കുന്നത്. കാൽച്ചുവട്ടിലെ മണ്ണ് വെട്ടിമാറ്റി കൊണ്ടുപോകുമ്പോഴും സ്വന്തം ഭൂമിയും ബിസിനസ്സും സ്ഥാപനങ്ങളുമെല്ലാം ഒരു കൂട്ടർ കൈയടക്കുമ്പോഴും ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്ന മട്ടിലുള്ള സഭാ നേതൃത്വത്തിൻ്റെ നിസ്സംഗതയാണ് കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. സമുദായത്തിൻ്റെ താല്പര്യങ്ങളെക്കാൾ വ്യക്തി താല്പര്യങ്ങൾക്കും സാമ്പത്തിക ലാഭത്തിനും വേണ്ടി കരുക്കൾ നീക്കുന്നവർ ക്രൈസ്തവ സമുദായത്തെ ഇല്ലായ്മ ചെയ്യുന്ന കുലംകുത്തികളായി മാറരുത്. സമുദായത്തെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഒരുപോലെ ശക്തമായ നിലപാടെടുക്കുവാൻ സഭാ നേതൃത്വത്തിനും സാധിക്കണമെന്നാണ് സാധാരണ ക്രൈസ്തവ വിശ്വാസികൾ ഈ സാഹചര്യത്തിൽ ആവശ്യപ്പെടുന്നത്.